ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മഞ്ചേരിയുള്ള ഓർഗാനോ ഗാർഡൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിനടുത്താണ് ഈ ഒരു ഷോപ്പ്. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും കൂടാതെ ഒരുപാട് വെറൈറ്റി പോട്ട്സിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കാണാൻ കഴിയുന്നത് കുറച്ച് ഹെലിക്കോണിയ പ്ലാന്റ്സ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ്. ഷോപ്പിൻ്റെ പുറമേ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഗ്ലാസ് ഇട്ട ചുവരുകൾക്കിടയിലൂടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്ക് കാണാം. സിങ്കോണിയം, പീസ് ലില്ലി, ഫിലോഡെൻഡ്രൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് നമുക്കിവിടെ കാണാനാവും. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ക്ലൈംബിംഗ് പ്ലാന്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിങ്കോണിയത്തിൻ്റെ 2-3 വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇതൊരു പോത്തോസ് വെറൈറ്റിയാണ്. ഒരു ഹാങ്ങിങ് പോട്ടിൽ ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. ഇവയെല്ലാം റബ്ബർ പ്ലാന്റ്സ് ആണ്. ഇതിൽ തന്നെ വെറിഗേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. റോസ്, തെച്ചി അതുപോലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സും കൂടാതെ ചെറിയ ചെറിയ ഫ്ലവറുള്ള പലതരം ഫ്ലവറിംഗ് പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. യെല്ലോ, വൈറ്റ് എന്നിങ്ങനെ 2 കളേഴ്സിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ജമന്തിയാണിത്. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇൻഡോർ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഇവിടെ നിന്ന് നിരാശയോടെ മടങ്ങേണ്ടി വരില്ല. എന്നെപ്പോലെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് എത്രത്തോളം പച്ചപ്പ് കൊണ്ടുവരാനാകും എന്ന് ചിന്തിക്കുന്നവർക്ക് നല്ല കുറച്ച് ഐഡിയാസാണ് ഈ നഴ്സറി വിസിറ്റിലൂടെ കിട്ടുന്നത്. ഇതൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്, ഫിഡിൽ ലീഫ് ഫിഗ്. ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് ഈ നഴ്സറിയിൽ നമുക്ക് കാണാം.
ഇതിൻ്റെ വില എന്ന് പറയുന്നത് 250 മുതലാണ് സ്റ്റാർട്ടിങ്. ZZ പ്ലാന്റിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അഗ്ലോണിമ പ്ലാന്റിന് ആ പ്ലാന്റിനനുസരിച്ച് 100 രൂപ മുതലാണ് റേറ്റ്. വലിയ ലീഫായിട്ടുള്ള കുറച്ച് ബിഗോണിയയുടെ വെറൈറ്റീസ് ആണിവ. ഈ ഒരു പ്ലാന്റ് ഇലയിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്ലാന്റ് വാങ്ങിയാൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇവയെല്ലാം ഹൈബ്രിഡ് ഇനം ചെമ്പരത്തികളാണ്. 250 രൂപ വലിയ പ്ലാന്റിനും ചെറുതിന് 150 രൂപയുമാണ്. ഇത് കലാഞ്ചോ പ്ലാന്റ് ആണ്. നല്ല കട്ടിയുള്ള ലീഫാണ് ഈ പ്ലാന്റിന്. നല്ല ഭംഗിയുള്ള ഫ്ലവറും. ഇത് ഇലയിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനൊക്കെ 30 രൂപയാണ് റേറ്റ്. ഇത് വയലറ്റ്, റോസ്, വൈറ്റ് എന്നിങ്ങനെ 2-3 കളേഴ്സിലുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫിഡിൽ ലീഫ് ഫിഗിന്റെ വലിയ പ്ലാന്റ്. ഇത് ഫിലോഡൻഡ്രന്റെ അധികം എവിടെയും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ്. വയലറ്റ് കളറാണ് ഇതിന്റെ ലീഫ്. ഇതിന്റെ തന്നെ ഗ്രീനും ഉണ്ട്. സ്റ്റാർലൈറ്റ് ഫൈക്കസിന്റെയും അതുപോലെ തന്നെ സഫാരി ഫൈക്കസിന്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ യൂഫോബിയയുടെ കളക്ഷൻസ് ആണ്. ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഓർക്കിഡാണ്. ഓർക്കിഡിന്റെ തൈകളും ഇവിടെ സെയിലിലുണ്ട്. ഇതൊരു ബാംബു പ്ലാന്റ് ആണ്. 300 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ₹25 മുതലാണ് റോസിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോപ്പിനോട് ചേർന്ന് ചെറിയൊരു പോണ്ടും അതിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേർട്ടിൽ വൈൻ, ക്രീപ്പിംഗ് ചാർലി, വാണ്ടറിംഗ് ജ്യൂ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻഡോർ പോട്ട്സിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കാണാം. സെറാമിക് പോട്ട്സും അതുപോലെ അതിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്.
ഇതൊരു ഡ്രസീന വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആണ്. വലിയൊരു പ്ലാന്റ് ആണ്. നല്ലൊരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആയിട്ടുള്ള സാൻസവേരിയയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാം. ക്യാക്ടസും ഫിറ്റോണിയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡാണിത്. ഒരുപാട് വെറൈറ്റി ക്യാക്ടസ് ഉണ്ട്. ഒരു ബോൺസായി പ്ലാന്റും ഈ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. എയർ പ്ലാന്റും ഒരു പോട്ടിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സെറാമിക് പോട്ടിലെ മണി പ്ലാന്റ് ഹാങ് ചെയ്തിട്ടതാണ്. ലക്കി ബാമ്പൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലാസ് സ്റ്റാൻഡാണിത്. 2 ഗ്ലാസ് ട്യൂബ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ്സ് വാളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഷേപ്പിലുള്ള പോട്ട്സ് ഇവിടെ ഉണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇവർ ഓരോ പോട്ട്സും പ്ലാന്റ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള റൂമിൽ നിൽക്കുമ്പോൾ. പെല്ലിവേർട്ട്, ആമ്പല് പോലുള്ള കുറച്ച് അക്വ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഡിഫൻബാച്ചിയ, ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. വൈറ്റ് കളർ ലീഫാണിത്. ക്രിപ്റ്റാന്തസിന്റെയും ഫിറ്റോണിയയുടെയും കുറച്ച് കളക്ഷൻസ് ആണിത്. യൂജീനിയ, അതുപോലെ ഫീനിക്സ് പാം പോലുള്ള കുറച്ച് വലിയ പ്ലാന്റ്സും നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും. ഇത് അരേലിയയുടെ കുറച്ച് വലിയ തൈകളാണ്. അലങ്കാര ചെടികൾക്ക് പുറമെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ തൈകളും ഇവിടെ സെയിലിനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.